ആവേശം അലയടിച്ച ഒരു പ്രചാരണമാണ് നമ്മൾ കണ്ടത്. 3 ആഴ്ചയിലേറെ നീണ്ടു നിന്ന പ്രചാരണം. അതിനുശേഷം ഇതാ നാളെ കേരളം വിധി എഴുതുകയാണ്. ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് ഇടതുമുന്നണി, ഭരണം പിടിക്കാൻ UDF, മുന്നേറാൻ ഉറച്ച NDA. ഇവരെല്ലാവരും ഉച്ചസ്ഥായിയിലായിരുന്നു പോരാട്ടം നയിച്ചത്. 3 മുന്നണികളും പ്രതീക്ഷ വെക്കുന്ന തെരഞ്ഞെടുപ്പിൽ 2.5 കോടിയിലേറെ പേർ വിധി നിർണ്ണയിക്കാൻ പോകുന്നു. റോഷിപാലുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്, സജോ ദേവസിയുണ്ട് കൊച്ചിയിൽ നിന്ന്, കോഴിക്കോട്ട് നിന്ന് ശരത് SS ചേരുന്നു. എന്താണ് നമുക്ക് 3 റീജിയനുകളിലായി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ എന്ന് പരിശോധിക്കാം. നമുക്ക് ആദ്യം റോഷിപാലിലേക്ക് പോയാൽ, റോഷിപാൽ, ഏറെ വിവാദങ്ങൾ കണ്ട ഒരു തെരഞ്ഞെടുപ്പ്. അതിനുശേഷം ഇതാ നാളെ വിധി എഴുതാൻ പോവുകയാണ്. മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായിരിക്കുന്നു അല്ലേ? മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി നേരത്തെ റോഷിപാൽ സംസാരിച്ചതാണ്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. DGP റവാഡ ചന്ദ്രശേഖർ സുരക്ഷ ഒരുക്കിയതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെയും പറയുകയുണ്ടായി. ഏതായാലും ഇനി ഇതാ വിരലിൽ മഷി പുരട്ടാൻ കാത്തിരിക്കുകയാണ് ഇത്രയധികം വോട്ടർമാർ. എന്തായിരിക്കും കേരളം വിധി എഴുതാൻ പോകുന്നതെന്ന ആകാംക്ഷയാണ് ഉള്ളത്. വനിതാ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമായി കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നാളെ രാവിലെ 6 മണിക്ക് മോക്ക് പോളിംഗ്, 7 മണിക്ക് വോട്ടിംഗ് തുടങ്ങും. വൈകിട്ട് 6 മണി വരെയാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള സമയം. സംസ്ഥാനത്ത് 2.71 കോടി വോട്ടർമാരാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. 33,470 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാകും. ഇന്ന് രാത്രിയോടെ ഏതാണ്ട് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് ഉണ്ട് എന്നതാണ് ഈ തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതിനൊപ്പം കന്നി വോട്ടർമാർക്ക് കോഴിക്കോടൻ ഹൽവ നൽകി സന്തോഷം അറിയിക്കുന്നു. എല്ലാ പോളിംഗ് ബൂത്തുകളിലും അലങ്കാരം ഉണ്ടായിരിക്കണമെന്ന നിർദ്ദേശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ട്. കാരണം ഇതൊരു ഫെസ്റ്റിവൽ എന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതൊരു ഉത്സവമായി ആഘോഷിക്കണം എന്ന നിർദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ അലങ്കാരമൊക്കെ ഉണ്ടാകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാണ് എല്ലാ മുന്നണികൾക്കും. കാരണം പലയിടങ്ങളിലും ത്രികോണ മത്സരം ഇഞ്ചോടിഞ്ച് നടക്കുന്നുണ്ട്. വിവാദങ്ങൾ ഒന്നാകെ ചുരുങ്ങിയ ദിവസങ്ങളിൽ ചർച്ച ചെയ്തു. ഏറ്റവും ചുരുങ്ങിയ ദിവസം മാത്രമായിരുന്നു പരസ്യപ്രചാരണം ഉണ്ടായിരുന്നത്. അങ്ങനെ ആ പരസ്യപ്രചാരണ ഘട്ടത്തിൽ വിവാദങ്ങൾ ഒന്നൊന്നായി ചർച്ചയാകുന്നു. അവസാന ഘട്ടത്തിൽ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസമടക്കം ചർച്ചയാകുന്നു, സ്വർണ്ണക്കൊള്ള ചർച്ചയാകുന്നു. അങ്ങനെ തുടങ്ങിയ പല വിഷയങ്ങൾ ചർച്ചയായി, വികസനം ചർച്ചയാകുന്നു. അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ഒന്നാകെ ഇഴകീറി പരിശോധിച്ച് ചർച്ച ചെയ്താണ് തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകുന്നത്. വോട്ടർമാർ ആർക്കനുകൂലമായി അവർ ചിന്തിക്കും, അവർ വോട്ട് രേഖപ്പെടുത്തും എന്നതാണ് ഇപ്പോൾ മുന്നണികൾ അവർ നെഞ്ചിരിപ്പോടെ കാത്തിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ എല്ലാവരും അവസാനവട്ട വോട്ടുറപ്പിക്കാൻ വേണ്ടി ഈ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറിൽ അവർ വീട് കയറുന്നുണ്ട്. പ്രധാനപ്പെട്ട വ്യക്തികളെ നേരിൽ കാണുന്നുണ്ട്, ഫോണിൽ വിളിച്ച് വോട്ടഭ്യർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ രഹസ്യ നീക്കങ്ങളൊക്കെ നടക്കുന്ന മണിക്കൂറുകളാണ്. നാളെ രാവിലെ 7 മണിക്ക് പോളിംഗ് ബൂത്തിൽ തുടങ്ങും, വോട്ടിംഗ് തുടങ്ങും. അതിനായി അടിയൊഴുക്കുകൾ ആയിരിക്കും ഫലം നിർണ്ണയിക്കുക. റോഷിപാൽ, ഒരു കാര്യം ഇക്കൂട്ടത്തിൽ ചോദിക്കട്ടെ. ഇത്രയധികം ഒരുപക്ഷെ കരിയറിൽ കുറേയധികം തെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്തൊരു അനുഭവം വെച്ച് ഇപ്പോഴൊരു പ്രവചനത്തിന് തയ്യാറുണ്ടോ? അവിനിത, ഞാൻ തെരഞ്ഞെടുപ്പ് പ്രവചനത്തില്ല. കാരണം നമ്മൾ പ്രവചിച്ചാൽ ഒരുപക്ഷെ മറ്റുള്ളവർ വെറുതെ ശത്രുവാക്കാൻ ഞാനില്ല. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് 9-ന് കഴിയും. പിന്നീട് കണക്ക് കൂട്ടി എത്ര നോട്ട് ബുക്കുകൾ തീർക്കേണ്ടി വരും. കാരണം മെയ് മാസം 4-ന് മാത്രമേ ഫലം അറിയുള്ളൂ. സാധാരണ ഒരുപക്ഷെ ഒരാഴ്ച ഒക്കെയാണ് കാത്തിരിക്കേണ്ടി വരാറുള്ളത്. ഈ തവണ കുറേ ദിവസം കാത്തിരിക്കേണ്ടി വരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇത്രയും സമയം കാത്തിരിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് ഈ അടുത്തൊന്നും കുറച്ച് ദിവസമാണ് പ്രചാരണത്തിന് ഉണ്ടായിരുന്നതെന്ന് എല്ലാവരും പരാതി പറയുന്നുണ്ട്. പക്ഷേ അധികം ദിവസം കാത്തിരുന്ന് വലയുമെന്ന് ഉറപ്പാണ് അല്ലേ? തീർച്ചയായും കാത്തിരുന്ന് വലിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മാത്രമല്ല, ഇതിൽ എക്സിറ്റ് പോൾ ഫലം പുറത്തുവിടാൻ പോലും അത് 29-ന് ഈ തെരഞ്ഞെടുപ്പുകൾ പൂർണ്ണമായും കഴിഞ്ഞാൽ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് നേതാക്കളുടെ അവരുടെ കണക്ക് പുസ്തകങ്ങളിലെ കണക്കുകൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ പോളിംഗ് ബൂത്തിലെ കണക്ക് വെച്ച് അവർ ഒരു വിലയിരുത്തലുണ്ടാകും. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ തൊട്ടു പിറ്റേന്ന് മുതൽ മെയ് 4 വരെ അവരുടെ അവകാശവാദങ്ങളായിരിക്കും. ഞങ്ങൾക്ക് 100 സീറ്റ് 150 സീറ്റ് എന്നുള്ള രീതിയിൽ അവകാശവാദങ്ങളായിരിക്കും. അതുകൊണ്ട് കൂടുതൽ രസകരമായ ദിവസങ്ങളായിരിക്കും പിന്നീട് അങ്ങോട്ട് വാഗ്വാദങ്ങളും. ശരി റോഷിപാൽ, ഏതായാലും റോഷിപാൽ ഒരു പ്രവചനത്തിനില്ല. പക്ഷേ ടൈറ്റ് ഫൈറ്റ് ആണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. തുടർ ഭരണം ഉണ്ടാകുമോ, UDF ഭരണം പിടിക്കുമോ, BJPക്ക് എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാനാകും, നമുക്ക് കാത്തിരുന്ന് കാണാം. സജോ ദേവസിയും ശരത് SS കൂടിയുണ്ട്. സജോ, നമ്മൾ മധ്യ കേരളത്തിലും ഈ പറഞ്ഞതുപോലെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് G സുധാകരന്റെ ഈ കളം മാറ്റമൊക്കെ വലിയ രീതിയിൽ ചർച്ചയായതാണ്.
എന്താണ് മധ്യകേരളത്തിലെ ഒരു പൊതുചിത്രം? ഈ തുടർഭരണം നേടുക എന്ന് പറയുമ്പോൾ നിരവധി സീറ്റുകൾ CPM-ന് LDF-ന് നേടിയെടുക്കേണ്ടതുണ്ട്. UDF ആണെങ്കിൽ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. BJP-യും ഈ പറഞ്ഞതുപോലെ മുന്നേറ്റം ഉണ്ടാക്കാമെന്ന് തന്നെയാണ് കരുതുന്നത്. സജോയുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഒപ്പം മധ്യകേരളത്തിലെ ഒരു സാഹചര്യം എന്താണ്? വിനീത, മധ്യകേരളത്തെ പൊതുവിലെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ UDF ഏറ്റവും കൂടുതൽ സീറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു മേഖല എന്നത് മധ്യകേരളം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എറണാകുളമാകട്ടെ, തൃശ്ശൂരാകട്ടെ, കോട്ടയമാകട്ടെ, ഇടുക്കിയാകട്ടെ, മധ്യകേരളത്തിലെ ജില്ലകളിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക എന്നത് ഉറപ്പായും UDF-നെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ടാർഗറ്റാണ്. അവർ കൂടുതൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മധ്യകേരളത്തിൽ UDF-നെ കാര്യമായി പിടിച്ചു കെട്ടാൻ LDF-ന് കഴിയുന്നുണ്ട് എങ്കിൽ ഇതാണ്. അതായത് സാധാരണഗതിയിൽ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു കണക്കിലെ കളി കൂടിയാണല്ലോ. അങ്ങനെ കൂടിയാണ് ഒരർത്ഥത്തിൽ. അത് ജനവിധി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ചിലപ്പോഴൊക്കെ അത് കണക്കുകൾ അല്ലെങ്കിൽ ടാലിയിൽ ഉൾപ്പെടുന്നത് എങ്ങനെ, അതുമായി ബന്ധപ്പെട്ട ചില താരതമ്യങ്ങൾ എന്നതൊക്കെയാണ് അതിൽ പ്രധാനമായും, അല്ലെങ്കിൽ മറ്റു മുന്നണികളിലേക്ക് ചോരുന്ന വോട്ടുകൾ, ഇവയൊക്കെയാണ് പ്രധാനം. അങ്ങനെ പരിശോധിക്കുമ്പോൾ UDF എറണാകുളം ജില്ലയിലാണെങ്കിൽ വലിയ ആധിപത്യം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇടുക്കിയുടെ കാര്യത്തിൽ, ഇടുക്കിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറെ കാലങ്ങളായി കൈപ്പത്ത് ചിഹ്നത്തിൽ അവിടെ ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ പോലും യഥാർത്ഥത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എടുത്ത് പരിശോധിച്ച് കഴിയാതെ പോയ സാഹചര്യം പോലും ഇടുക്കിയുണ്ട്. ഇടുക്കി UDF-ന്റെ ഒരു പരമ്പരാഗത പിന്തുണയുള്ള മേഖല എന്നൊക്കെ പറയുമ്പോഴും വലിയ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഒരുപക്ഷെ PTക്ക് ശേഷം കാര്യമായൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടുക്കിയിൽ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രകടനം എന്തായിരിക്കും എന്നത് വളരെ പ്രധാനം തന്നെയാണ്. കോട്ടയം ജില്ലയിൽ ആ രാഷ്ട്രീയം, അതായത് നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ ആ ഇടവേളയ്ക്ക് ഇടയിൽ ജനം എടുക്കുന്ന തീരുമാനം ഒരുപാട് രാഷ്ട്രീയക്കാർക്കും കേരളത്തിലെ രാഷ്ട്രീയത്തിനും ഒപ്പം കുറേയധികം രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെയൊക്കെ ഭാവിയിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്ന ഒന്നാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ പാലായിൽ എന്തായിരിക്കും നടക്കാൻ പോവുക എന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയൊരു സസ്പെൻസ് പോരാട്ടമാണ്. ഉറപ്പായും അവിടുത്തെ ഫലം എന്താകും? എന്റെ ടേക്ക് പറയട്ടെ, 3 കാര്യങ്ങൾ. ഒന്ന്, G. സുധാകരൻ എന്ന് പറയുന്ന CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാവ്, മുൻ മന്ത്രി, അദ്ദേഹം കളം മാറ്റി കോൺഗ്രസിനൊപ്പം അല്ലെങ്കിൽ UDF-നൊപ്പം ചേർന്നുകൊണ്ട് മത്സരിക്കുകയാണ്. എന്താകും അദ്ദേഹത്തിന്റെ ഫലം എന്നത് ആകാംക്ഷയോടെ നോക്കുകയാണ്. മറ്റൊന്ന്, സജോ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസിന്റെ ഭാവി അത് വളരെ നിർണായകമാണ്. മറ്റൊന്ന്, PJ ജോസഫ് ഇത്തവണ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നു, K. ബാബു മാറി നിന്നു. ഇരുവരും നമുക്കറിയാവുന്ന പോലെ കേരള രാഷ്ട്രീയത്തിലെ 2 മുതിർന്ന നേതാക്കളായിരുന്നു. അപ്പോൾ ആ മണ്ഡലങ്ങളിൽ എന്താകും? PJ ജോസഫിന്റെ അടുത്ത തലമുറ എന്ന നിലയ്ക്ക് മകൻ കൂടി മത്സരരംഗത്തേക്ക് എത്തി. അത്തരം ചില കൗതുകങ്ങൾ കൂടിയുണ്ട് മധ്യകേരളത്തിലല്ലേ? ഉറപ്പായും വിനീത. അതായത് PJ ജോസഫ് അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിൽ കുറേയധികം കാലമായി, സുദീർഘമായ പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കിയാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്തത്. മകൻ അബു ജോൺ ജോസഫാണ് തൊടുപുഴയിലെ സ്ഥാനാർത്ഥി. അവിടെ പക്ഷേ UDF-നെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമുണ്ട്. അവർ പറയുന്നത് എന്തെങ്കിലും ഒരാശങ്ക അവിടെ ഇല്ല. അതായത് മകൻ സ്ഥാനാർത്ഥിയായി വരുന്നു. അബുവിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരർത്ഥത്തിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കുള്ള എൻട്രിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ പക്ഷേ ആശങ്കപ്പെടാനൊന്നുമില്ല എന്നതാണ് UDF-നെ സംബന്ധിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ജോസഫ് ഗ്രൂപ്പിൽ നടക്കുന്ന ഒരു തലമുറ മാറ്റം എന്നത് ഉറപ്പായും അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇനി കാണാൻ പോകുന്ന, അല്ലെങ്കിൽ അബുവിന്റെ ഈ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം എന്താകും ആ പാർട്ടിക്കകത്ത് ഉണ്ടാക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. മറ്റൊന്ന്, ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ആ കേരള കോൺഗ്രസ്, അതായത് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായും അത് വളരെ പ്രധാനമാണ്. മറ്റൊന്ന്, G. സുധാകരൻ മടക്കണം. അങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ടല്ലോ. അപ്പോൾ ഇതിലൊരു പുതിയ ട്രെൻഡ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുന്നണികൾക്ക്, പാർട്ടികൾക്കൊക്കെ വളരെ നിർണായകമാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല.